ഹലോ, ഞാൻ സുനി സജയ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മാറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ഇതെല്ലാം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തരും ആകട്ടെ. മക്കളെ ക്രിസ്തു യേശുവിൽ വളർത്തുക. ക്രിസ്തു യേശുവിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ആക്കുക എന്നല്ല. ക്രിസ്ത്യാനിയൊക്കെ 95% യേശുവിനെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ യേശുവിനെ പഠിച്ചെങ്കിൽ ഞാനിങ്ങനെ നിൽക്കുമായിരുന്നോ? ഞാൻ എന്നേ ലോക പ്രശസ്തിയായേനെ. യേശുവിനെ ഫോളോ ചെയ്യുന്ന സകല മനുഷ്യരും ലോകത്തിൽ ഉന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തരുമായി തീരും. യേശുവിൻ്റെ വചനം പാലിച്ച് യേശുവിൻ്റെ സ്വഭാവമാകുന്നവൻ വേറെ ഒന്നും പഠിക്കണ്ട. അവൻ കളക്ടർ വേണ്ട. അവൻ ഒരു കളക്ടർക്ക് ലോകപ്രശസ്തനായിട്ടൊന്നുമില്ലല്ലോ. ലോകപ്രശസ്തനാണെങ്കിൽ യേശുവിനെ പഠിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യത്തിന് വിട്ടാൽ മതി. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ? നമുക്ക് ആഗ്രഹമില്ല ലോകത്തിൽ. ഞാൻ ആദ്യം പൗലോൻ ലോകത്തിൽ ഉന്നതനും ക്രിസ്തു യേശുവിൽ പ്രശസ്തനും ആകണം, ലോകപ്രശസ്ത തലമുറയോട് ശക്തമായ പ്രാർത്ഥനയായിരുന്നു. കഴിഞ്ഞപ്പോൾ എന്നോർത്തു, എൻ്റെ മക്കളാകണ്ടേ എൻ്റെ യേശു. അപ്പോൾ എൻ്റെ 2 മക്കളും ലോകത്തിൽ ഉന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തനാണെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോർത്തു, ദൈവമേ ഞാനാകണ്ടേ ലോകത്തിൽ ഉന്നതയും ക്രിസ്തു യേശുവിൽ പ്രശസ്തയും? അവരൊക്കെ ആയാൽ മതിയോ? അപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ലോകത്തിൽ ഉന്നതയും ക്രിസ്തു യേശുവിൽ പ്രശസ്തയാകണ്ടേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ തലമുറയും നമ്മളും എല്ലാം യേശുവിനെ വചനം ഫോളോ ചെയ്യുന്നവൻ ക്രിസ്ത്യാനിയല്ല, വചനം പാലിക്കും. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വചനം പാലിക്കുക. ഇത് മാത്രം ബൈബിളിലുള്ളൂ, ആദ്യം മുതൽ അന്ത്യം വരെ. അല്ലാണ്ട് യേശുവിന് വേണ്ടി ആരും നോയമ്പൊന്നും നോക്കണ്ട, യേശുവിന് വേണ്ടി പട്ടിണി ഒന്നും ഇരിക്കണ്ട. യേശു ആരെയും പട്ടിണി ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. ഈ നമ്മൾ അമിതമായിട്ട് ഫുഡ് കഴിച്ചിട്ട് പ്രാർത്ഥന യോഗത്തിന് പോകുമ്പോൾ നമുക്ക് ഉറക്കം വരും. അത് കാരണമാണ് ഈ ഉപവാസ പ്രാർത്ഥന. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കൂടും. നമുക്ക് ഏതാ കംഫോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. എനിക്കാണെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ എപ്പോൾ പ്രാർത്ഥന തീരും എനിക്ക് തിന്നണ കാര്യം മാത്രമേ ചിന്തയുള്ളൂ. ഞാനത് കാരണം ഉപവാസം എടുക്കാറില്ല. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് കംഫോർട്ട് ഏത് രീതിയിലാണോ ആ രീതിയിൽ പ്രാർത്ഥിക്കുക. അതൊന്നുമല്ല ദൈവം നോക്കണം. എൻ്റെ ഹൃദയത്തെ ചിന്തകൾ, അതൊക്കെയാണ് ദൈവം നോക്കണേ. ഹൃദയത്തിനെ ശുദ്ധീകരിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, വചനം പാലിക്കുന്ന ദൈവജനാകാം. അപ്പോൾ ഇത് വായിക്കണേ, ഇരമ്യാവ് 33:6. ദൈവമേ, അങ്ങ് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി ഞങ്ങളെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ആമേൻ. അപ്പോൾ ഇതെന്നാന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഹെവൻലി ഫീസിലെ വലിയ പ്രെയർ മീറ്റിംഗ് ആയിരുന്നു ഞങ്ങളുടെ KM ജോർജ് 3 ദിവസം. എൻ്റെ അമ്മയെ ഒന്നും അവിടെ പ്രെയറിന് അവർക്കൊന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അവിടെ അസുഖങ്ങൾ എല്ലാവരും മാറി. അപ്പോൾ ഇപ്പോഴും ജീവനുള്ള യേശുമ്പരാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലോകം അപ്പടിയും ഡോക്ടർമാർ വിധി എഴുതി ഇത്ര കാലമുള്ളൂ, അത് കേട്ട് നിങ്ങൾ ഡിപ്രഷനും ഡിമ്മും ഒന്നും ആകണ്ട. പ്രെയർ മീറ്റിങ്ങിലേക്ക് ചെല്ലുക. ദൈവത്തിൻ്റെ മഹാ അത്ഭുത ആരാധനയിലും ഒക്കെ ഉണ്ടാകും. അവിടെ രോഗസൗഖ്യം ഉണ്ടാകും കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ മാറുമോ? ഇപ്പം ഞാൻ തന്നെ ഓർക്കും, ദൈവം ഞാൻ എന്തോരം പ്രാർത്ഥിക്കേണ്ട, എൻ്റെ നീർക്കെട്ട് മാറണുണ്ടോ? ആ വിശ്വാസമുണ്ട്. അവിശ്വാസം മാറി പൂർണ്ണ വിശ്വാസത്തിലാകും. അപ്പം നമുക്ക് തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂടിക്കോളും. എൻ്റെ കൊറോണ കാലത്ത് എനിക്ക് കൊറോണ വന്നില്ലല്ലോ. ഞാൻ ശക്തമായിട്ട് യേശുപ്പൻ എൻ്റെ കർത്താവ് സങ്കേതവും കോട്ടയമായത് കാരണം ഒരു കാലത്ത് എനിക്കൊരു ദോഷം വരില്ല, ഒന്നിനും മുട്ടുണ്ടാകില്ല, ഒരു ബാധ എന്നോടടുക്കില്ല. ആമേൻ ആമേൻ. ഇതും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൊറോണ പിടിച്ചവരൊക്കെ കൂടെ ഞാൻ ഓട്ടോറിക്ഷയിൽ പോയി ഇവിടെ ഉണ്ടായിരുന്നവരെ പിടിച്ചിങ്ങനെ നോക്കി ഏത് കൊറോണയല്ലെന്ന് പറഞ്ഞു. അവർ ആശുപത്രിയിൽ പോയിട്ട് നമ്മൾ കൊറോണ ആദ്യ കാലത്തെ അപ്പോൾ എൻ്റെ മൂക്കിലെ പഞ്ഞിയൊക്കെ ഇട്ട് ടെസ്റ്റിനെടുത്തപ്പോൾ എൻ്റെ അമ്മേ ഒന്ന് ഓർത്ത് നോക്കുക. യേശുവിൻ്റെ കൃപയാൽ നമ്മുടെ കടയിലെ എല്ലാം കൂടെ ഞങ്ങൾ ക്യൂ നിന്ന് പോകും. ഒരാൾക്ക് വന്നു, അത് അവരുടെ വീട്ടിൽ നിന്നായിരുന്നു. ഞങ്ങൾ ബാക്കിയുള്ള എല്ലാം ടെസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് ആർക്കും വന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ കട ഒരു ദിവസം പോലും അടച്ചിട്ടില്ല. അപ്പോൾ ആ പ്രാർത്ഥനയും ജീവനുള്ള ദൈവമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ യേശുവിനോട് കൂടുതൽ അടുക്കുക, യേശുവായിട്ട് കൂട്ടുകൂടുക. പിന്നെ വീഡിയോസ് എല്ലാം ഇങ്ങനെ നമ്മൾ മേക്കപ്പിൻ്റെയൊക്കെ അടുത്ത ദിവസം ഇടാം കേട്ടോ. എല്ലാം അവർ അയച്ച് തന്നെ ഞങ്ങളുടെ മിക്സ് ചെയ്യാൻ നോക്കാം. ഞാൻ എടുക്കണ തന്നെ ഒത്തിരി മേക്കപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് അയച്ച് അടുത്ത ദിവസം ഇടാം. ഇന്ന് ഹെയറിൻ്റെ ഇടാം. ഹെയർ അധികം പേരും ഇപ്പോൾ കരാട്ടിനാട്ടോ ചെയ്യണേ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് നാച്ചുറൽ 40 വാഷ്. അതൊരു നാച്ചുറൽ ലുക്കിലിരിക്കും. ഭയങ്കര ഇപ്പം ഡ്രൈ ആയി സോഫ്റ്റ് ആയി. ഇപ്പം ഹെയർ റിലാക്സിങ്ങും സ്മൂത്തനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആരോഗ്യ പ്രോബ്ലം. മുടി ഒന്നാതെ ഡ്രൈ ആയിട്ടിരിക്കണേലേക്ക് പിന്നെയും കെമിക്കൽ ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്നെസ് ഒന്നും മഞ്ഞില്ല, ഡ്രൈനെസ്സിലേക്ക് പോവുക. അപ്പോൾ നമ്മളെപ്പോഴും ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യണം മസ്റ്റായിട്ട്. കരാട്ടിനായാലും ആഫ്റ്റർ കെയർ പറയണത് യൂസ് ചെയ്തില്ലെങ്കിൽ സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ ഒന്നും അല്ലെങ്കിൽ ഈ കരാട്ടിൻ കഴിപ്പോകും. എനിക്കിപ്പോൾ 2ാമത് ചെയ്യാറായി. അപ്പോൾ എന്താ അസ്വസ്ഥയാണെന്നറിയാം, ചെയ്യാണ്ട് ഇങ്ങനെ നടന്നിട്ടേ അങ്ങനെ മുടി 2ാമത് കരാട്ടിൻ ചെയ്യണേ ഉടനെ ആകണം. കുറേ വെട്ടിക്കളഞ്ഞിട്ട് ഇച്ചിരി കളറൂടെ ചെയ്തിട്ട് കരാട്ടിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കളറൊക്കെ ചെയ്തിട്ട് കരാട്ടിൻ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണു. അടുത്ത മാസം ജൂണിൽ കരാട്ടിൻ ചെയ്യണം. കുറേ
പൗലോൻ്റെ ബർത്ത്ഡേ ജൂൺ 7-ന്. അപ്പോൾ ജൂൺ 1-ന് അതിൻ്റെ ആഘോഷം അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ കരാട്ടിൻ ചെയ്യാൻ നോക്കല്ലേ. കുറച്ചാണ് എനിക്ക് ചപ്പിയിരിക്കും. എനിക്കിവിടെ മുടി കുറവാണ്. അങ്ങനെ ഇവിടെ ഒരു സൈഡിൽ ഒട്ടലുണ്ട്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അപ്പം ഇങ്ങനെ ഒത്തിരി പേര് ഹെയർ ചെയ്യാൻ വരിക. ഇങ്ങനെ ഒത്തിരി പേര് കല്യാണത്തിന് പോകുമ്പോൾ ഒരുങ്ങാനും വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഒരു കൊച്ച് ഇങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ M4-ൽ ഫോട്ടോ ഇടാൻ വേണ്ടി ഒരുങ്ങി നാച്ചുറൽ ലുക്കിൽ ഒരുക്കി വിട്ടു. അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തിനും കല്യാണത്തിന് പോകാനൊക്കെ ഇപ്പോൾ ആരാ ഒരുങ്ങാണ്ട് പോണേ? ഇപ്പോൾ നമ്മളെയാണ് നോക്കണത്. പണ്ടൊക്കെ സാരിയും മാലയും കാണാൻ നമ്മൾ നോക്കുമായിരുന്നു ഓരോരുത്തരെ. ഇപ്പോൾ എല്ലാവർക്കും ഒറിജിനലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നുണ്ട്. എന്ത് ഓർണമെൻറ്റ്സും ആയാലും സ്വർണത്തിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റും കിട്ടും. അപ്പോൾ അതിലൊന്നുമല്ല, നമ്മുടെ സ്കിൻ, നമ്മുടെ ഹെയർ ബ്യൂട്ടി പാർലറിന് പ്രസക്തി ഏർക്കൊണ്ടിരിക്കുക. പ്രായം ചെല്ലുന്നവരിനി എന്തിനാ അവരൊക്കെയാണ് ബ്യൂട്ടി പാർലറിൽ പോകേണ്ടത്. കൊച്ചു പിള്ളേർ വന്നാൽ ഞാൻ ക്ലീനപ്പ് മാത്രമേ പറയാറുള്ളൂ. അവരെന്തിനാ ഫേഷ്യൽ ചെയ്യണേ? 25 വയസ്സിൽ താഴെയുള്ളവർക്ക് ക്ലീനപ്പ് മതി. പിന്നെ പിഗ്മെൻറ്റേഷനും അങ്ങനെയൊക്കെ ഡ്രൈനസ് കണ്ടമാനമുള്ള ഒരു ഫേഷ്യൽ ചെയ്താൽ മതി. 35 വയസ്സ് കഴിയുമ്പോൾ മുതൽ ഫേഷ്യലിലേക്ക് കയറണം. പ്രായം കൂടുന്തോറും മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ നോക്കിയാൽ സ്കിന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരം നമ്മൾ വിശുദ്ധ മന്ദിരമായിട്ട് ഓർക്കുക. യേശുമ്പരാൻ വസിക്കുന്ന വിശുദ്ധ മന്ദിരം. നല്ല ഡ്രസ്സ് ഇടുക, നന്നായിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുക, നന്നായിട്ട് ഒരുങ്ങി നടക്കുക. കാരണം ദൈവം വസിക്കുന്ന വിശുദ്ധ മന്ദിരം ജാവാലി പിടിച്ച് ഇങ്ങനെ ചീത്തയായിട്ടിരുന്ന യേശുമ്പരാന് വിഷമാവൂലേ? നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി തരാമെന്ന് പറഞ്ഞ യേശുമ്പരാൻ നമുക്ക് ആരോഗ്യവും സൗഖ്യവും ഒക്കെ തന്ന് നമ്മളെ കാത്തു പരിപാലിക്കട്ടെ. അപ്പോൾ നമുക്ക് അതിമനോഹരമായ വീഡിയോസ് കണ്ടാലോ? ശരി എന്നാൽ. ഈ ഹെയർ മേക്ക് ഓവറിൽ വന്നാട്ടോ ഇതിങ്ങനെ പിരിപിരിന്നുള്ള സൈസ് മുടിയാണ്, ഫ്രിസി ആയിട്ട് ചുണ്ടികളുണ്ട്. ഇതിപ്പോൾ ആശാത്തി തന്നെ ഒന്ന് അയൺ ചെയ്ത് വെച്ചേക്കണേ. ഇത് എപ്പോഴും D3 കുറവാണെന്നാണ് പറഞ്ഞത്. അതിൻ്റേതാണ്, വലിയ പ്രായമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എല്ലാവരും പറയും പ്രായം, അയ്യോ പ്രായമായില്ലേ. പണ്ടൊക്കെ 55 വയസ്സിലാണ് വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യണേ. അല്ലാണ്ട് ഇങ്ങനെ അതാണ് പ്രായം. വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യണ പ്രായം 55 വയസ്സാണ്. 60-65 വയസ്സാകുമ്പോഴാണ് നര ശരിക്കും ആവുള്ളൂ. ഇപ്പം 30 വയസ്സ് 25 വയസ്സാകുമ്പോൾ വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം D3 നോക്കണം. അപ്പം ഞാൻ ചോദിച്ചു D3 നോക്കിയായിരുന്നോ എന്ന് ചോദിച്ചു. പറഞ്ഞു പിള്ളേർക്ക് ഇതിനൊക്കെ കുറവാണ്. അപ്പം കഴിക്കണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ D3 കുറവിൻ്റെയാണ് ഈ ഇങ്ങനെ വൈറ്റ് ഹെയർ ഒക്കെ വന്നത്. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാൻ പോവുക. ഇത് അയൺ ചെയ്തിട്ടേക്കണേ കേട്ടോ. മൊത്തത്തിൽ നല്ല ഫ്രസി ഹെയറാണ്, നല്ല ഫ്രസി ഹെയറാണ്. നമ്മളിപ്പോൾ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ചെയ്യണേ. കരാട്ടിൻ ചെയ്ത് ആഫ്റ്റർ കെയറും ഇങ്ങനെ ചെയ്തുകൊണ്ട് കിടന്നാൽ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റീഅടിച്ചാൽ മതി. എൻ്റെയൊക്കെ റീഅടിക്കാറായിട്ടോ. ഏറ്റവും പ്രശ്നം ഈ ഫ്രണ്ട് കളർ ചെയ്യണേ. അവിടെ മാത്രം പെട്ടെന്ന് കളർ ചെയ്യുമ്പോൾ ഇച്ചിരി ഇന്ന് മാസം ഇത്ര എൻ്റെ ഇപ്പം ചെയ്യാറായി. മാസം ഇത്ര 2 പ്രാവശ്യം കളർ ചെയ്യണ്ടേ. ഈ അങ്ങനെ ഒരു കെമിക്കൽ ഇത് വന്നാൽ ഇവിടെ മാത്രം ഒരു 5-8 മാസം ആകുമ്പോഴത്തേനും ചീത്തയാവുള്ളൂ. അപ്പോൾ എല്ലാ പുറത്തുനിന്നുള്ളവരും ഇങ്ങനെ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം തന്നെ. അപ്പോൾ ആഫ്റ്റർ കെയർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. മുടി പനങ്കല പോലെ ആയിക്കോളും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഏറ്റവും അപ്ഡേഷനായിട്ട് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ്. അപ്പോൾ അതാണ് ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. ഈ കളർ ചെയ്യാനുണ്ട്. അടുത്ത ദിവസം കളർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയുടെ ഇടാം. അപ്പോൾ ഇതിന് ശരിക്കും ഭയങ്കര നല്ല ഓളിയുള്ള മുടിയാണ്. ആ കളർ ചെയ്ത് കഴിയുമ്പോൾ ആ ഓളിയും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. നല്ല പാടുക ചെയ്യാൻ, നല്ല ഫ്രസി. ഇങ്ങനെ ആഫ്റ്റർ കെയറിൻ്റെ യൂസിൻ്റെ കുറവൊന്നും പറ്റിയില്ല. ആഫ്റ്റർ കെയർ നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കിടെ ആ ഫ്രഷ്നെസ് മുടിയിൽ നിന്ന് പാടെ മാറും. കാരണം എൻ്റെ മുടി ഒത്തിരി ഫ്രസി, ഭയങ്കര ഡ്രൈ ആകും. എണ്ണ ഇങ്ങനെ വെച്ച താഴ് കുറഞ്ഞു. എൻ്റെ ഈ ആഫ്റ്റർ കെയറിൽ കുറിച്ചാൽ ഞാൻ അതിൻ്റെ ഡ്രൈനെസ് മാറ്റി. അപ്പോൾ ഈ മുടിക്കൊന്നും കുഴപ്പമുള്ള മുടിയല്ല, തിക്നെസ് ഉള്ള മുടിയാണ്. അപ്പോൾ ഈ കളർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കര രസമായിട്ടിരിക്കും. നല്ല ഭയങ്കര ഇപ്പം നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ ഇഷ്ടപ്പെട്ടപ്പോൾ മോൻ കാണിക്കൂല. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഇതിവിടെ കാണാം. അപ്പം ഇങ്ങനെ ചെയ്യാനുള്ളവർ പോലെ ഇങ്ങനെ ചെയ്തേക്കണ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ഭയങ്കര നല്ല റിസൾട്ടായിരുന്നു. അത് കാരണം നമ്മൾ നാനോ പ്ലാസ്റ്റി ആയിരുന്നു ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് ബോട്ടോസ് ആയിരുന്നു. കരാട്ടി തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കരാട്ടിൻ്റെ പല ഭേദങ്ങളുണ്ട് കേട്ടോ. ഏറ്റവും നല്ലതിൻ്റെ ഇതാണ് ഇപ്പം നിലവിൽ. എല്ലാം ബ്രാൻഡഡായിട്ട് കരാട്ടി യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൊള്ളൂരെന്നൊക്കെ പറയണം. കരാട്ടിന് എപ്പോഴും ബ്രാൻഡ് കമ്പനിയുടെ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ മുടി ചെയ്യാനുള്ളവർ ഇങ്ങനെ ചെയ്ത് ഇടുക. നമുക്ക് ആ മുടി തന്നെ ശരിയായ നമുക്ക് തലയ്ക്ക് പകുതി ഇങ്ങനെ ഭാരം കുറയും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോലെ
അപ്പോൾ പിന്നെ ഫേഷ്യൽ ഇതിലൊക്കെ ഈ മാസം 31 മാർച്ച് 31 വരെ 25% ഡിസ്കൗണ്ട് ഉണ്ട്. അതൊക്കെ ബെനിഫിറ്റുകളെല്ലാം യൂസ് ചെയ്യുക. ശരിയത്. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്കറിന് വന്നാണ്. വീഡിയോ പിടിക്കേണ്ട, മുടി ഒട്ടുമില്ല, മുടി ഒത്തിരി ഉള്ളവരുടെ വീഡിയോ പിടിക്കാൻ പറഞ്ഞു. ഞാൻ പറയില്ലേ, ഇങ്ങനത്തെ മുടിയുള്ളവരുടെ അല്ലെ വീഡിയോ പിടിക്കേണ്ട. അപ്പം അല്ലേ ഇങ്ങനെ മുടിയുള്ളവർ ഒത്തിരി സങ്കടപ്പെട്ട. പണ്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? എന്തോ ഹെയർ സ്മൂത്തനിങ് ആയിരുന്നു തോന്നുന്നു അല്ലേ? അതിൻ്റെ പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി നന്നായിക്കോളൂ കേട്ടോ. അതെ, അതിൻ്റെയാണ് ഇത്. അപ്പോൾ ഞാൻ വന്ന വഴിയെ അങ്ങനെ തന്നെ വീഡിയോ പിടിച്ചതാണ് ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ യേശുവിൻ്റെ കൃപയാൽ നമുക്ക് നല്ലൊരു അതിമനോഹരമായ ഈ മുടി ശരിയാക്കിയെടുക്കാം. നമ്മൾ കരാട്ടിനൊക്കെ ചെയ്യാൻ പോണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാൻ സൂപ്പർ റിസൾട്ടാണ്. ഇത് ഒത്തിരി അകലെന്ന് വന്നേക്കണേ. അപ്പോൾ കൊച്ചു പറയുന്നത് ഹസ്ബൻഡിൻ്റെ വീടൊരു സ്ഥലത്ത്, ഇതിൻ്റെ വീടൊരു സ്ഥലത്ത്. ഇപ്പോൾ താമസിക്കണം വേറെ. ഇവിടെ എല്ലായിടത്തും ബാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇത്രയും അന്വേഷിച്ച് പുറത്ത് വന്നേക്കണേ. ഗുഡ് റിസൾട്ട് തന്നെ യേശുവിൻ്റെ കൃപയാക്കിയിട്ടിട്ട് ഇത്രയും അകലെ വന്നെയല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും ഇഷ്ടം വീഡിയോയിൽ ആ വചനം പറയണതാണ്. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാമൊഴിയാൽ തന്നെയല്ലേ ആ യേശുബ്രാൻ വചനം ആകുന്ന യേശുബ്രാൻ അനുഗ്രഹിച്ച് ഇത് ഒരു അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മക്കളെ ഹെയർ മേക്കോർ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഞാൻ പേടിച്ചു. അങ്ങോട്ട് പോയി പൊട്ടും മുടിയിൽ ഇവിടം വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കണ്ടതല്ലേ. ഇത്രയും മുടി കാണുന്നതിന് ഇത് പകരമായിട്ട് പുള്ളിക്കാരി അടിയിലൊരു പണ്ട് ഇവിടെ വന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു മുടിയും കൂടെ വെച്ച് ഞാൻ നോക്കുക. അന്നേരം മേളിലൊക്കെ ഉള്ളുണ്ടായിരുന്നു, അടിയിൽ ഒറ്റ ഉള്ളിലാണ്ടിലേക്ക് പറഞ്ഞു. എങ്ങനെയോ ഉള്ളായെന്ന് പറഞ്ഞു. എന്നോടൊക്കെ കൊച്ചു പറയില്ല, അങ്ങനെ ഞാൻ കാണിച്ചാൽ മതിയെന്നാണ്. അപ്പം നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ വേറെ മുടി വെക്കാറുണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇത് സിൻസിയറായിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വെച്ച് കാണിച്ചാൽ പിന്നെ അതൊരു പ്രശ്നമല്ലേ. നമ്മൾ ബൈബിൾ വചനമൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതെ കണ്ടോ, ഇതിന് വേണ്ട മുടിയുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നത് അതെന്തിനാ വെക്കണേന്ന്. അടി മാത്രമേ ഉള്ളൂ. ഇതേ കണ്ടോ, ഇപ്പോൾ ഇത്രയും മുടിയില്ലേ, അടി മാത്രമാണ് ഇച്ചിരി ഇവിടെ കൊണ്ട് ഇച്ചിരി നീളം കുറയേണ്ട കാര്യമുള്ളൂ. അപ്പം അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ പറയും, പണ്ട് ഒത്തിരി മുടി ഉണ്ടായിരുന്ന കൊച്ചായിരുന്നാണ്. ഈ കൊച്ചിന് എന്തൊക്കെയോ ആരോഗ്യ പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞു വൈറ്റ് ഹെയർ ഒന്നും ഈ പ്രായത്തിൽ വരില്ല, അതിനുള്ള പ്രായമില്ല. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട്, ബയോട്ടിൻ, സിങ്കോവൈറ്റ് എല്ലാം. D3 പണ്ട് ഒത്തിരി കുറവായിരുന്നു. അതാണ് എനിക്കൊക്കെ എങ്ങനെ അന്നേരം അറിയാൻ കൊള്ളാറുന്നല്ലോ D3. ഇപ്പം എനിക്ക് D3 37 ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം ഹീമോഗ്ലോബിനും ഒക്കെ കൂടിയിരിക്കുക. അപ്പം ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കട്ടൊക്കെ ഉണ്ട് കേട്ടോ. യേശു ഇല്ല, നാവിൽ അതിന് അടിമയായിപ്പോന്ന് എനിക്ക് നോക്കിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു പറഞ്ഞേ എനിക്ക് ഇന്ന അസുഖം അങ്ങനെ പറയരുത്. ഒരസുഖവും നമ്മുടെ ശരീരത്തിൽ വാണില്ല. നമ്മൾ ക്രിസ്തു യേശു വസിക്കുന്ന വിശുദ്ധ മന്ദിര. ശാപത്തിനോ പാപത്തിനോ പാരമ്പര്യത്തിനോ രോഗത്തിനോ നമ്മൾ ഈ വാഴാൻ അധികാരമില്ല. യേശു വാഴുന്നെടുത്തിട്ട് നോക്കാനൊന്നും ശക്തിയില്ല. അപ്പോൾ നമുക്കതൊന്ന് പൂർണ്ണാരോഗ്യം ദീർഘായുസം തരാൻ മതിയായിരുന്നു നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ മുടി 1 വർഷം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഇരട്ടി ഉള്ളു പണ്ടത്തെ വേണ്ടി അതുപോലെ ആകും. അതുപോലെ ആകുമ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ചെയ്യാൻ വരുമ്പോൾ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരെന്ന് പറയണത് ലഡു വേണോ, ചിക്കപ്പി വേണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വിളിച്ചിട്ട് വരുന്നത് ഉറപ്പായിട്ടും അങ്ങനെ മുടി ഉണ്ടാവുന്നത്. നിങ്ങൾ ബയോട്ടിനും സിങ്കോവൈറ്റും കഴിച്ച് പിന്നെ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന്, ആരോഗ്യ പ്രോബ്ലം എന്ന് നോക്കുക. D3 കുറവാണോ, എന്താ കുറവെന്ന്. മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിക്കണം. ആഫ്റ്റർ കെയർ എന്നും മൾട്ടിവിറ്റാമിൻ. ഇപ്പോൾ ചെടിയൊക്കെ പൂക്കാൻ വളയിടാണ്ട് കുറച്ച് പൂക്കണുണ്ടോ. പണ്ട് ചുമ്മാ നട്ടാൽ പൂക്കൂലായിരുന്നോ. മാവ് കായ്ക്കണമെങ്കിൽ വളരണം, ഇല്ലേ മാവ് 25-30 വർഷമാകും. അങ്ങനെയൊക്കെ ആയി മണ്ണിൻ്റെ കാര്യം. അപ്പം നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. മണ്ണിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് വലിയ സംഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരുന്നു. എടാ ABC ജ്യൂസൊക്കെ കഴിക്കാം. ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ. അപ്പോൾ കൗണ്ടൊക്കെ കൂടി, ഹീമോഗ്ലോബിനൊക്കെ കൂടി, അത് കൂടിയപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി കറുപ്പൊക്കെ കുറഞ്ഞായിരുന്നു. അപ്പം ശരി, അത് ഇഷ്ടപ്പെട്ട മോളെ. തല കുൽക്കോട്ടെ, അവിടുന്ന് ഇപ്പം എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണില്ലോ. അപ്പം ശരിയാണ്. ഇങ്ങനെ മുടിയുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട. മുടി പഴയ പോലെ ആക്കി തരും. പറയണ പോലെ കേട്ടാൽ മതി. ശരിയാണ്. ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ്. നിങ്ങൾ ഈ ഹെയർ മേക്കോറിന് വരുന്ന ആരും തല നനച്ചിട്ട് വരണം കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല. ഓടി കുളിച്ച് തലയൊക്കെ കഴുകി എനിക്ക് എളുപ്പത്തിൽ പണിയൊപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ മുടി ഇങ്ങനെ നല്ല ഒത്തിരി പൊട്ടലുണ്ട്. ഇത് അവരെന്നെ വഴക്ക് പറയും. അവരുടെ മുടീനെ പിടിച്ചിട്ട് കുറ്റം പറയുക എന്ന് പറയണേ. മുടീനെ കുറ്റം പറയണില്ല, പൊട്ടലൊക്കെ മാറാൻ വേണ്ടിയല്ലേ പറയണേ. അപ്പോൾ പൊട്ടൽ ഇങ്ങനെ ഫ്രിസി അല്ല, ഈ സോഫ്റ്റ് ഹെയറിലെ കനം കുറഞ്ഞ
നമ്മൾ അപ്പൂപ്പന്താടി പോലത്തെ മുടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സോഫ്റ്റ് ഹെയർ ആണ്. ഇതിപ്പോൾ ബയോട്ടാനിക്സ് അതല്ലേ ഇതിൻ്റെ പേര്, ബയോട്ടാനിക്സ് ചെയ്യാൻ പോവാണ്. യേശുവിൻ്റെ കൃപയാൽ കരാട്ടിൻ്റെ പേരാട്ടെ പറഞ്ഞേ. നിങ്ങൾ എല്ലായിടത്തും പോയി കരാട്ടിൻ ചെയ്യുന്നോ? ഏത് കരാട്ടിനും ഏത് ആർക്ക് പേര് പോലും അറിയാൻ പാടില്ല. കരാട്ടിൻ തീരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്താൽ തലയ്ക്കൊന്നും കൊള്ളൂലെന്നാട്ടോ പറയണേ. നമ്മൾ കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് ഏറ്റവും നല്ല എവർ പറഞ്ഞേക്കണം. ഇത് 9 വയസ്സ് മുതൽ, 9 വയസ്സാണോ 9ാം ക്ലാസ്സിൽ പഠിക്കണം, 9 വയസ്സ് മുതൽ 12 വയസ്സ് മുതൽ പ്രഗ്നൻസിയിലുള്ളവർക്ക് വരെ ചെയ്യാൻ നോ കെമിക്കലൊക്കെയാണെന്നാണ് ഇവർ വാഗ്ദാനം പറയണേ. എന്നായാലും നല്ല റിസൾട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ബയോട്ടാനിക്സ് എന്നുള്ള പേര് പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ? ബയോട്ടാനിക്സ് ആണ് ചെയ്തത്. കരാട്ടിനിലെ നാനോപ്ലാസ്റ്റിയേക്കാളും അപ്ഡേറ്റ് ആണ്. നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ 40 വാഷമുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. പക്ഷേ ലാഭം കൂടുതൽ ഹെയർ റിലാക്സിങ് ഒക്കെ കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്റ്റിന് നല്ല വിലയായത് കാരണം എനിക്ക് വലിയ ലാഭം തോന്നാറില്ല ഇത് ചെയ്യുമ്പോൾ. നമ്മൾ നാനോപ്ലാസ്റ്റിയുടെ അപ്ഡേറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായാലും ആയിക്കോട്ടെ, അവർ പുതിയത് എടുത്തു നോക്കാൻ നോക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് നാനോപ്ലാസ്റ്റി ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നിയിട്ട് അത് ചെയ്തേ. അപ്പോൾ അവർ പുതിയതിറങ്ങി അതിലും നോ കെമിക്കൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അധികം എടുത്തു. അപ്പോൾ ഇതിന് ഇത്രയും ഗുഡ് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ആദ്യം മുടി കണ്ടതല്ലേ, പിന്നെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പറഞ്ഞു പൊട്ടിയ മുടി മുഖം കാണുന്നില്ലോ, പൊട്ടിപ്പൊളിഞ്ഞ മുടിയാണ്. പക്ഷേ ഇപ്പം നല്ല രസത്തിലല്ലേ എനിക്കിടെ. D3 ടെസ്റ്റ് ചെയ്ത് ഞാൻ ഒത്തിരി കാലമായിട്ട് പറഞ്ഞു, അനുസരണയില്ല ഒറ്റയാണ്. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ കഴിക്കാൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ മുടി നരയ്ക്കും, പൊട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ അഹങ്കരിച്ചിരിക്കും. മുടി നരയ്ക്കുമ്പോൾ വിവരമാണ്, വേണമെങ്കിൽ ചെയ്തു എല്ലാം. അപ്പോൾ അതെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ അറിയുന്നില്ല എന്നാ പറഞ്ഞത് എന്നാ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ള ഒരു നിരനിരയായിട്ട് പോലെ. ശരി, എന്നാൽ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. നല്ല കേളി ഹെയറാണ്, പക്ഷെ നല്ല ഡ്രൈനെസ് നന്നായിട്ടുണ്ട് അല്ലേ, ബൊട്ടലും ഉണ്ടല്ലേ. ഇതാണ് മുടി. അത് കേളി ഹെയർ. പിന്നെ അവർ നല്ല ഷാമ്പൂവും കണ്ടീഷനൊക്കെ യൂസ് ചെയ്യണതിൻ്റെ ഉണ്ട്. ഡ്രൈനെസ് ആണെങ്കിലും ഇതേ ഈ പൊട്ടലൊക്കെ മാറ്റി നമ്മൾ കരാട്ടിൻ ചെയ്യാൻ പോവാട്ടോ ഈ ഹെയർ. അപ്പോൾ ഈ മുടി കരാട്ടിൻ ചെയ്ത് കഴിഞ്ഞ് ഈ പൊട്ടി പോലെ കുറച്ച് കഴിയുമ്പോൾ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരും. പിന്നെ ഈ കേളി ഹെയർ ഒന്നാമത് ഒരു ഡ്രൈ ഹെയറിൻ്റെ ഒരു ഇതാണ്, അന്നേരം പൊട്ടൂലോ. മെയിൻ വല്ല D3 ഒക്കെ ഇത് ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ D3 കുറയുമ്പോൾ മുടി പൊട്ടും, പിന്നെ വൈറ്റ് ഹെയർ വരും. D3 ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മേടിച്ച് വെച്ചാൽ മറന്നു പോവാം. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ ദൈവമേ, ഞാനും ഇങ്ങനത്തെ. അപ്പോൾ ഈ മുടി ഇപ്പം കരാട്ടിനാകുമ്പോൾ നിങ്ങൾ കരാട്ടിൻ ചെയ്യണമെങ്കിൽ കരാട്ടിന് ഏതാ ചെയ്യണമെന്ന് ഏത് ഷോപ്പിലായാലും ചോദിക്കണം കേട്ടോ. കരാട്ടിന് ഒത്തിരി ലോ ക്ലാസ് ഒക്കെ ഉണ്ട്. നമ്മളെപ്പോഴും തലയിൽ ചെയ്യുന്നത് ബ്രാൻഡഡ് കമ്പനി, തലയെല്ലാം മുഖത്ത് ഫേഷ്യലൊക്കെ നമ്മളെല്ലാം ബ്രാൻഡഡ് കമ്പനി ചെയ്യാവുള്ളൂ. കാരണം അവർക്ക് ആ പറഞ്ഞതിന് ഇതില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രാൻഡഡ് കമ്പനി ചെയ്യാൻ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും അപ്ഡേഷൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോട്ടാനിക്സ് ചെയ്യാൻ പോകണം. നല്ല റിസൾട്ടുമാണ്. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാതാലാണ് അതിൻ്റെയൊക്കെ റിസൾട്ട് നിലനിന്ന് പോകുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മോളിനോട് പറഞ്ഞു എൻ്റെ മുടി എപ്പോഴും പൊട്ടിയേക്കുമെന്ന് ഞാൻ അങ്ങനെ കണ്ണട വെച്ചില്ലേ. അടുത്ത വീഡിയോ വിളിക്കാൻ കണ്ണട വെച്ചപ്പോഴെല്ലാം പൊട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് മോക്കടെ D3 കുറവിൻ്റെ എനിക്ക് അതിൽ ഓരോ വൈറ്റ് ഹെയറുണ്ട്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് D3 ഫോളോ അപ്പ് ചെയ്തു. സിങ്കോവൈറ്റും ബയോട്ടിനും മൾട്ടി വിറ്റാമിനും ഒക്കെ എടുത്തു തുടങ്ങി. ഇങ്ങനെ പറയാനുള്ള പാട്ട് ഞാനും മറന്നു പോകും. അപ്പം നമ്മളത് ഓർക്കുക, നമ്മുടെ ഹെൽത്താണ് വെൽത്ത്. കുടുംബത്തിൻ്റെ അസറ്റ്, മക്കളുടെ അസറ്റ് എല്ലാം നമ്മുടെ ആരോഗ്യമാട്ടോ നമ്മുടെ അസറ്റ്. അപ്പോൾ അതിന് എപ്പോഴും നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം കേട്ടോ. ഓട്ടത്തിനിടയ്ക്ക് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ കുടുംബം, മക്കൾ, ഞാനുൾപ്പെടെ എല്ലാവരും ഈ ഓട്ടത്തിലല്ല അവനവനെ ശ്രദ്ധിക്കില്ല. പക്ഷെ അവനവനെ ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ ശ്രദ്ധിക്കണം, കൂടെ നമ്മളെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ഭൂമിക്ക് ഭാരാകരുത്, കുടുംബത്തിനും ഭാരാകരുത്. അപ്പോൾ അത് ഇങ്ങനെ തൊടുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ കൈ കാണിച്ചു നോക്കാൻ എന്ത് സുഖ, അടിപൊളി. അപ്പോൾ മറ്റേ കഴുകുമ്പോൾ കൊച്ചിനെ മുടിക്കൊക്കെ തിക്നെസ് ഉള്ള നല്ല മുടിയൊക്കെയാണ്. അങ്ങനെ താരനും ഈ പൊട്ടലും മാത്രമേ ഉള്ളൂ. താരൻ പിന്നെ ആഫ്റ്റർ കെയർ ഇതിൻ്റെ ചെല്ലുമ്പോൾ പിന്നെ താരൻ ഉണ്ടാവില്ല. പിന്നെ പൊട്ടൽ D3 ഒക്കെ കറക്റ്റ് ആകുമ്പോൾ വരും. അല്ലെങ്കിൽ കൊച്ചിനെ എപ്പോഴും കഴുകുമ്പോഴൊക്കെ ഡ്രയർ വെച്ച് ഇനി അതൊന്നും വേണ്ട, ചുമ്മാ കഴുകി ഉണങ്ങാൻ വേണമെങ്കിൽ ഒന്ന് കൂളിങ്ങിട്ട് ഡ്രയർ വെച്ചാൽ മതി.
ചെറിയ ചൂടിട്ടേ ഞാൻ ഇങ്ങനെ കഴിയുമ്പോൾ എനിക്ക് നീർക്കെട്ട് കയറുന്ന കാരണം ഞാൻ പെട്ടെന്ന് ഡ്രയർ വെച്ച് എൻ്റെ കൂളിംഗ് കൂടെ വെച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കിടന്നോളൂ. നമുക്ക് ഈ മുടിയുടെ കാര്യം ഇത് ഏറ്റവും വലിയ ഗുണം ഈ ഹെയർ മേക്ക് ഓവർ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്കുടെ കോൺഫിഡൻസ് കൂട്ടും, നമ്മുടെ മേക്ക് ഓവറേ മാറും. പിന്നെ കംഫോർട്ടാട്ടോ. മുടി ചീകണേ പറഞ്ഞ ഞാൻ കാര്യം ഓർമ്മണ്ടായി ഇങ്ങനെയൊക്കെ കിടന്നോളൂ. നമുക്ക് പണ്ട് കാണുമ്പോൾ ഈ ചൈനയിലെയും നിങ്ങൾക്കൊക്കെ മറ്റവരുടെ അവരുടെയൊക്കെ മുടി കാണുമ്പോൾ കൊതി വന്നാറുണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ സിൽക്കി ആയിട്ട്. ഞാനിങ്ങനെ എപ്പോഴും കൊതിക്കാറുള്ളൂ യേശപ്പ. പക്ഷെ നമ്മൾ കൊതിക്കണേല നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്ന് നമ്മൾ കൊതിക്കുക, ആഗ്രഹിക്കുക എന്നോർത്ത് ആഗ്രഹത്തിൻ്റെ പുറകെ യേശമ്പ പൊക്കോളും. ദൈവം നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. ഇങ്ങനെ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ സിൽക്കി ആയിട്ട് ഇങ്ങനെ കിടക്കും. ഞാൻ സ്വപ്നത്തിൽ ഓർത്തില്ല. അപ്പോൾ കാലഘട്ടം നമുക്ക് ആ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നു. ഏത് പണ്ടൊക്കെ ഫിലിം സ്റ്റാർസിൻ്റെ വില മുടിയൊക്കെ ആണെന്ന് പറയാൻ പാടില്ല. അവരുടെയൊക്കെ മുടി ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ഒഴുകുമ്പോഴൊക്കെ നമുക്കിപ്പോൾ അതായത് കണ്ടത് ഇതൊക്കെ പരസ്യത്തിന് വില പോലെ ആയിരുന്നൊക്കെ മുടി കിടക്കുന്നത്. അടിപൊളി സൂപ്പർ. ഒന്ന് ആട്ടിക്കുമ്പോൾ തലേന്ന് അത് കണ്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അത് കണ്ടോളൂ. ഇഷ്ടപ്പെട്ടോ എന്നാണ് മുഖം കാണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വരിക. കരാട്ടിൻ, ബയോടാനിക്സ്, ഫോഴ്സ് പ്ലാസ്റ്റിക്, ബയോടാനിക്സ് ആയിട്ട് ചെയ്തേക്കണേ. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി. നല്ല റിസൾട്ടാണ്. ഒരു വർഷത്തോളം കിട്ടും, 8-9 മാസം കിട്ടും ഇതിൻ്റെ റിസൾട്ട്. 40 വർഷം അവർ പറഞ്ഞ. പക്ഷേ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇത് ആദ്യം ചെയ്തിട്ട് പോയവരെല്ലാം ഇങ്ങനെ 8-9 മാസം കിട്ടിയെന്നാണ് പറഞ്ഞത്. 8-9 മാസം ആകുമ്പോഴത്തേനും നമ്മുടെ തലയിൽ നിന്ന് ഒറിജിനൽ മുടി തീർത്ത് ഇവിടെ വരെയൊക്കെ എത്തും. അതാ പ്രോബ്ലം. നല്ല വളർച്ചയും ഒക്കെ കിട്ടും. ആഫ്റ്റർ കെയറും മൾട്ടിവിറ്റാമിനൊക്കെ ചെല്ലുമ്പോൾ അത് നല്ല തിക്കുമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും മുടി ചെയ്തിട്ട് നന്നായിട്ട് മുടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ധൈര്യ സമയത്ത് ഇത് ചെയ്യാൻ പോരെ. അപ്പോൾ ശരിയെന്ന്.